നമസ്കാരം വലിയമ്മാവ. അല്ല വിനോദോ, എന്തുണ്ട് വിശേഷം? ഞാൻ അമ്മാവനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ഇവിടേക്കുള്ള വഴി നീ മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി. പേരുകേട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനല്ലേ? ഇപ്പോഴെങ്കിലും ഈ വലിയമ്മാവനെ വന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വലിയമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി. എന്താ അത്? അമ്മാവന്റെ ആ 2 കാര്യസ്ഥന്മാരുണ്ടല്ലോ, കോശയും കുഞ്ഞുമാമ്പതുമോ? അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വലിയമ്മാവൻ വിചാരിക്കും പോലെ അല്ല അവരെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. അമ്മാവനൊരു ഹിന്റ് തരാമെന്ന് കരുതി, അത്രമാത്രം. എനിക്കിനി കൂടുതലായി ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ഇത് പറയാനായിരുന്നെങ്കിൽ നിനക്കൊരു കത്തയച്ചാ പോരെ? കത്തയച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ല. ഇതിനു മുമ്പ് 1-2 കത്തുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരോട് അസൂയ. ബോസ് നമ്മൾക്ക് വരാൻ പറഞ്ഞു. നമ്മളെ കാണാൻ വിളിച്ചതാണോ അതോ വല്ലതും പറയാൻ വിളിച്ചതാണോ പണ്ടാരം? ഇത് കൂടെ ആർക്കില്ലേടാ. അയ്യോ, അങ്ങനെ പറയരുതേ. ബോസ് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. நான் வான்னு சொன்னேன். പറഞ്ഞു. நீங்க வந்தீல்ல? വന്നു. உட்கார சொன்னா? ഇല്ല. நான் சொல்லாத காரியத்தை ஏட்டா பண்ண. എനിക്ക് ആരെയും വഞ്ചിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഇഷ്ടമില്ല. മറിച്ച് എല്ലാവരെയും സഹായിക്കണം, പ്രത്യേകിച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരെ. വേണം. തിരുമൽ ദേവ എല്ലാവരെയും സഹായിക്കാൻ കൊടുക്കണം. யாரு? തിരുമൽ ദേവ, ഈ പണ്ടാരക്കാരിൽ നമ്മളെ തള്ളി നാശമാക്കി. പണ്ടാരം നിന്നെ 3 ദിവസത്തിനകത്ത് പാമ്പ് കടിക്കും, നോക്കിക്കോ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിക്കും, നോക്കിക്കോ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു, എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, എന്റെ അച്ഛൻ അയാൾ തല്ലി ചതച്ചു. ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദനമുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട. സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പിയെ ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധൻ തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ.
തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കാനോ? അസലായി. വാ. എന്താ തമ്പി, ഇവൻ പറയുന്നതൊക്കെ ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. ദാ, നിന്റെ- സാർ മതി മതി, അയാളെന്നെ അടിക്കരുത്. എന്നെ വേണമെങ്കിൽ അടിച്ചോ. എടാ, താൻ എന്നെ അല്ല എന്റെ ഈ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ശ്രമിക്കണം സാർ. സാർ ഒറിജിനൽ പോലീസ് മനസ്സിലായത്. മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേന്. അയ്യോ ഉമ്മേ, എന്നെ കണ്ട ഒരു മോഹൻലാൽ സ്റ്റൈൽ ഉണ്ടല്ലേ? മോഹൻലാൽ ഉണങ്ങിയ പോലെ ഉണ്ട്. ചെത്തിന്റെ ഒരു വേഷം കണ്ടില്ലേ? ലക്ഷാധിപതിയല്ലേ അവൻ? ചെത്തെന്ന് പറഞ്ഞ മോശമാണെന്ന് വിചാരിച്ചു. ചെത്തി തന്നെ നടക്കുമെന്ന് കഴിഞ്ഞാൽ അന്തിക്കളെടുക്കാൻ സമയമായി. അവൻ അവിടെ പുറത്തൊഴിൽ പറഞ്ഞില്ല. ഞങ്ങളുടെ മാനങ്ങളായിരുന്നു. തെങ്ങ് കണ്ടപ്പം പിന്നെ വേറൊന്നും വിചാരിക്കാതെ ഞാനും കേറിപ്പോയി എന്ന് വിചാരിച്ചേ ആക്കാതെ കേട്ടാ. ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തെങ്ങ് അവന്റെ കണ്ണി പെട്ട അവൻ കേറിയിരിക്കും. അവന്റെ വേഷവും പരിസരവും ഒന്നും അവന് പ്രശ്നമല്ല. അതെ, ഈ തെങ്ങുമായി എന്റെ ജീവിതത്തോട് അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമായിപ്പോയി. അതുകൊണ്ടല്ലേ തന്നെയല്ല അന്തികൾ എടുക്കേണ്ട സമയമായി. ഇന്നിപ്പോ ലീവാന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കള്ളനാശം. ഇക്കണക്കിന് തെങ്ങൊന്നുമില്ലാത്ത വഴി കൂടി വേണം ഇവനെ കൊണ്ടുപോകാൻ. അതെ, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം. പോവാനോ? എന്നെ കൊണ്ട് ഒരു ചുവട് നടക്കാൻ വയ്യ, തന്നെ കൊണ്ടാ മതി. അവന് നടക്കാൻ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് നടക്കാൻ പറ്റില്ല.